ക്രിസ്മസ് ദിനത്തിൽ ഡീസൽ തീർന്ന KSRTC ബസ് വഴിയിൽ മുടങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് വയനാട് സുൽത്താൻ ബത്തേരിയിലേക്കുള്ള മിന്നൽ ബസ്സാണ് കോഴിക്കോട് മുക്കത്തെത്തിയപ്പോൾ ഡീസൽ തീർന്നു പോയതും വഴിയിൽ കിടന്നുപോയതും. യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അത് ശരിയല്ല. ഇവിടെ ആളുകൾ സംസാരിക്കാത്തതുകൊണ്ട് അത് ശരിയല്ല. എന്താ ഞങ്ങൾക്ക് ഈ യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിടുന്നതിൽ ഒരു ഉത്തരവാദിത്തമില്ല നിങ്ങൾക്ക്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് 11 മണിക്ക് പുറപ്പെട്ട മിന്നലാണ്. അത് ശരിക്കും 7:30 കൽപ്പറ്റി എത്തേണ്ടതാണ്. സുൽത്താൻ ബത്തേരിക്കുള്ള മിന്നൽ ബസ്സാണ്. ഇതിപ്പോ ഇവര് ഓൾറെഡി ലേറ്റ് ആയിട്ടായിരുന്നു വന്നത്. ഇവിടെ എത്തിയപ്പോ വണ്ടി വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി. ഇപ്പൊ കാരണം ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല. നോക്കുമ്പോൾ ഡീസൽ തീർന്നിരിക്കുകയാണ്. ഡീസൽ തീർന്നിട്ട് ഇപ്പൊ നാട്ടുകാരെല്ലാം കൂടെ തള്ളിയിട്ടാണ് ഈ റോഡരികിലേക്ക് വെച്ചത്. ഇത്രയും ലോങ് ഓടുന്ന വണ്ടി അവർ മനസ്സിലാക്കണ്ടേ? ഇത്രയും പോകുന്ന വണ്ടിയിൽ എത്ര ഡീസൽ വേണമെന്ന് അവർക്ക് അറിയുമല്ലോ. അതുപോലും ശ്രദ്ധിക്കാതെയാണ് വന്നത്. ഇത്രയും യാത്രക്കാർ ഈ ക്രിസ്മസ് ദിനത്തിൽ ഇവിടെ റോഡിലാവുന്ന ഒരു അവസ്ഥയാണുള്ളത്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സമീർ, യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധം അവസാനിച്ചോ? മറ്റുള്ള യാത്രക്കാർ അടുത്ത വണ്ടി കിട്ടി പോയോ? SKN പ്രതിഷേധത്തിന് ഒരു താൽക്കാലിക അറുതി ആയിട്ടുണ്ട്. വളരെയേറെ ഗൗരവമേറിയ ഒരു വീഴ്ചയാണ് KSRTC അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ലോങ് പോകുന്ന വാഹനമാണ്. മാത്രമല്ല മിന്നൽ ബസ്സൊക്കെ ആകുമ്പോൾ കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് യാത്രക്കാർ അതിൽ ബുക്ക് ചെയ്യുന്നതും യാത്ര ആരംഭിക്കുന്നതും. പക്ഷേ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഇടപെടലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിക്കുകയും 8:30 സുൽത്താൻ ബത്തേരിയിൽ അത് എത്തുകയും ചെയ്യേണ്ടിയിരുന്നത്. ആ വാഹനമാണ് മുക്കത്ത് ഈ തകരാറായ ഈ ഡീസൽ തീർന്നതിനെ തുടർന്ന് അവിടെ നിർത്തിയത്. അതിൻ്റെ യന്ത്ര തകരാറാണോ അതല്ല മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളാണോ എന്നാണ് ഈ ജീവനക്കാർ ആദ്യം പരിശോധിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ബസ്സിനില്ല. ഡീസൽ തീർന്നതിനെ തുടർന്നാണ് യാത്ര മുടങ്ങിയത് എന്നാണ് പിന്നീട് അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് വലിയ പ്രതിഷേധത്തിലേക്ക് യാത്രക്കാരൊക്കെ തന്നെ പോയത്. കുട്ടികളുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുമുണ്ട്. ഇന്ന് ക്രിസ്മസ് ആണ്. വലിയ ആഘോഷത്തിലേക്കൊക്കെ നാട്ടിലേക്ക് മടങ്ങുന്നവരുൾപ്പെടെ അതിനകത്തുണ്ട്. അവരുടെ ആഘോഷമൊക്കെയാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവമ്പാടി ഡിപ്പോയിൽ നിന്ന് ഡീസൽ എത്തിച്ചുകൊണ്ട് ആ വാഹനത്തിന് യാത്ര തുടരാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ പ്രതിഷേധത്തിന് താൽക്കാലികമായിട്ടുള്ള അറുതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് KSRTC ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.